ഇരയുടെ ദേഹത്ത് ഒറ്റത്തവണ ഏറ്റവും അധികം വിഷം കുത്തിവെക്കാൻ കഴിവുള്ളവയാണ് രാജവെമ്പാല. ഈ വിഷത്തിന് ഏകദേശം 20 പേരെയോ അല്ലെങ്കിൽ ഒരു ആനയോ വരെ കൊല്ലാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പായ രാജവെമ്പാലയെ കുറിച്ചുള്ള വസ്തുതകളാണ് പരിചയപ്പെടുത്തുന്നത്. കടുത്ത വിഷമുള്ള രാജവെമ്പാല പ്രകോപനമുണ്ടായാൽ അതീവ അപകടകാരിയാണെങ്കിലും സാധാരണയ്ക്ക് ഇവ നാണക്കാരും മനുഷ്യരുമായി ഇടയാൻ നിൽക്കാത്തവരുമാണ്. പൊതുവെ രാജവെമ്പാല മനുഷ്യനെ കടിച്ച സംഭവങ്ങൾ വളരെ കുറവാണ്. രാജവെമ്പാല കടിച്ചാൽ മരണം ഉറപ്പാണ്, മരുന്നില്ല എന്നിങ്ങനെ പ്രചരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാലോ? രാജവെമ്പാലയുടെ ശരാശരി ആയുസ് 20 വർഷമാണ്. 18 മുതൽ 20 കിലോഗ്രാം വരെ ഇവയ്ക്ക് ഭാരം ഉണ്ടാകും. ഇവയുടെ ഭാരത്തിനനുസരിച്ച് വിഷസഞ്ചിക്കും വലിപ്പം ഉണ്ടായിരിക്കും. ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പ് എന്ന് ഇവയെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും മൂർഖൻ, ശംഖുവരയൻ എന്നീ പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാലയുടെ വിഷത്തിന് തീവ്രത കുറവാണ്. എന്നിട്ട് എന്താ രാജവെമ്പാലയ്ക്ക് ഈ വിശേഷണം ലഭിച്ചതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മൂർഖൻ പാമ്പ് കടിച്ചാൽ 0.25 മില്ലിഗ്രാം വിഷമാണ് ഇരയുടെ ദേഹത്തിലേക്ക് കുത്തിവെക്കുന്നത്. എന്നാൽ ഇതേ സമയം രാജവെമ്പാലയാണ് കടിക്കുന്നതെങ്കിൽ ഒറ്റക്കടിയിൽ ഇരയുടെ ദേഹത്ത് കുത്തിവെക്കുന്ന വിഷം 5 മുതൽ 7 മില്ലിഗ്രാം വരെയാണ്. അതായത് 20 വരെയോ അല്ലെങ്കിൽ ഒരു ആനയോ കൊല്ലാനുള്ള ശക്തി ആ വിഷത്തിനുണ്ട്. ഈ ഒരു വസ്തുത തന്നെയാണ് രാജവെമ്പാലയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മറ്റൊരു കഴിവ് കൂടിയുണ്ട്, ഡ്രൈ ബൈറ്റ്. അതായത് ഇരയുടെ ദേഹത്ത് മനഃപൂർവ്വം വിഷം കയറ്റാതെ കടിക്കാനുള്ള കഴിവിനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. രാജവെമ്പാലയുടെ കടിയേറ്റവരിൽ 40% പേരുടെയും ശരീരത്തിൽ വിഷം കയറിയിട്ടില്ലെന്നതാണ് കണക്കുകൾ പറയുന്നത്. ഇരയെ ദഹിപ്പിക്കാനായാണ് രാജവെമ്പാലകൾ കൂടുതലായും വിഷം കുത്തിവെക്കുന്നത്. താൻ അപകടഘട്ടത്തിലായെന്ന് ഇവയ്ക്ക് തോന്നുമ്പോൾ മാത്രമേ ഇവർ ഉപദ്രവിക്കൂ. മറ്റൊരു കാര്യം എന്തെന്നാൽ രാജവെമ്പാലയുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുന്ന സമയമാണ് മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ. ഈ സമയം ഇവയുടെ പരിസരത്തെത്തുന്ന എന്തിനേയും ഇവ ആക്രമിക്കും. ഇന്ത്യയിൽ ഇതുവരെ രാജവെമ്പാലയുടെ കടിയേറ്റ 2 മരണങ്ങളെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അതിലൊന്ന് തിരുവനന്തപുരം മൃഗശാലയിലെ ആനുവൽ കീപ്പറായ എ ഹർഷാദാണ്. മറ്റൊന്ന് കർണാടകയിലെ പാമ്പുപിടുത്തക്കാരനായ പ്രഫുൽ പട്ടേലും. കൂടാതെ തൃശൂർ ചിമ്മിനി വനാതിർത്തിയിൽ തളച്ചിരിക്കുന്ന ആന ചെരിഞ്ഞത് രാജവെമ്പാലയുടെ വിഷം ഉള്ളിൽ ചെന്നിട്ടാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ടെത്തിയിരുന്നു. അഗ്രം പിളർന്ന നാക്കുകൊണ്ട് മണം പിടിച്ച് ഏകദേശം 300 അടി അകലെയുള്ള ഇരയെ പോലും കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കൃത്യതയുള്ള കാഴ്ചശക്തിയും പ്രകമ്പനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവും ഇവയെ നല്ലൊരു വേട്ടക്കാരായി മാറ്റുന്നു. ഇരയെ വിഷം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി പിന്നീട് വിഴുങ്ങുന്നു. ഇവയുടെ മുഖ്യ ആഹാരമായി മാറുന്നത് മറ്റ് പാമ്പുകൾ തന്നെയാണ്. ഒരിക്കൽ വയർ നിറയെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോളം ഇവയ്ക്ക് ഇര തേടാതെ ജീവിക്കാൻ സാധിക്കും. ഇരയുടെ നാഡീവ്യൂഹത്തെയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുന്നത്. വിഷം ശരീരത്തിലെത്തിയാൽ കലശലായ വേദന, കാഴ്ചമങ്ങൽ, തലചുറ്റൽ, ശരീരസ്തംഭനം എന്നിവ അനുഭവപ്പെടും. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു. വിഷം കുത്തിവെച്ച മനുഷ്യരെ കൊല്ലാൻ പ്രാപ്തിയുള്ള പാമ്പുകളാണ് മൂർഖൻ, വെള്ളിക്കട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി എന്നിവ. വെള്ളിക്കട്ടനാണ് ഏറ്റവും വീര്യം കൂടിയ വിഷമുള്ളത്. ഇന്ത്യയിൽ ഈ 4 പാമ്പുകളുടെയും വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റി സ്നേക്ക് വെനമുണ്ട്. ഇവിടെയെല്ലാം വിഷത്തിന് പൊതുവായി ഒരു ആന്റിവെനം മതി. എന്നാൽ രാജവെമ്പാലയുടെ വിഷത്തിനുള്ള ആന്റിവെനം പ്രത്യേകമായി ഉൽപ്പാദിപ്പിക്കണം. രാജവെമ്പാലയുടെ